സൂര്യയിലേക്ക് വരികയാണ്. സൂര്യ, എന്തൊക്കെ വാർത്തകൾ ഇപ്പോൾ പങ്കുവെക്കാൻ, വിവരങ്ങൾ പങ്കുവെക്കാൻ കഴിയുന്നുണ്ട് റെയിൽവേയുമായി ബന്ധപ്പെട്ട്? ഫിജിൻ, നിലവിൽ അടിയന്തര അന്വേഷണം ആവശ്യപ്പെട്ട കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് രാജ്യസഭ എം പി എ റഹീം കത്തയച്ചു എന്നതാണ് പുതിയത്. റെയിൽവേയുടെ വീഴ്ചയിൽ സമഗ്ര അന്വേഷണം വേണമെന്നാണ് കത്തിൽ ആവശ്യപ്പെടുന്നത്. കാണാതായ ജോയിയുടെ മൃതദേഹം കണ്ടെത്താൻ റെയിൽവേ ഇടപെടണം, രക്ഷാപ്രവർത്തനം ഊർജിതമാക്കണമെന്നും കത്തിൽ ആവശ്യപ്പെടുകയാണ്. രാപ്പകൽ രക്ഷാപ്രവർത്തനം നടത്തിയിട്ടും റെയിൽവേയുടെ ഭാഗത്തു നിന്നുള്ള ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തുകയോ റെയിൽവേയുടെ ഭാഗത്തു നിന്നുള്ള ഒരു പിന്തുണ ലഭിക്കുകയോ ചെയ്തിട്ടില്ല എന്നൊരു പരാതി എ റഹീം തന്റെ കത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഈ രക്ഷാപ്രവർത്തനത്തിന് റെയിൽവേയുടെ ഭാഗത്തു നിന്നൊരു നിസ്സഹകരണമാണ് ഉണ്ടാകുന്നത്. നഗരസഭ റെയിൽവേക്ക് വൃത്തിയാക്കണമെന്ന കത്ത് നൽകിയിട്ടും അധികൃതർ അനങ്ങിയില്ല എന്നൊരു വിമർശനം ഈ കത്തിൽ ഉന്നയിക്കുന്നുണ്ട്. ഇന്നലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിക്കുമ്പോഴും ഇത്തരത്തിൽ റെയിൽവേയുടെ ഉത്തരവാദിത്തമായിരുന്നു അത് എന്ന രീതിക്ക് പ്രതികരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് പക്ഷേ അദ്ദേഹം ഈ ഒരു സാഹചര്യത്തിൽ പരസ്പരം പഴിചാരിയിട്ട് കാര്യമില്ല, ഇന്നിപ്പോൾ വേണ്ടത് ഊർജിതമായ രക്ഷാപ്രവർത്തനമാണെന്ന് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും അടിയന്തര അന്വേഷണം ആവശ്യപ്പെട്ട കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് റഹീം കത്തയച്ചിരിക്കുകയാണ്. മറ്റു പ്രധാനപ്പെട്ട കാര്യം, ഈ തോട്ടിലെ ഈ അപകടവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു എന്നതാണ്. തിരുവനന്തപുരം ജില്ലാ കളക്ടർക്കും നഗരസഭാ സെക്രട്ടറിക്കുമാണ് കത്തയച്ചിരിക്കുന്നത്. 7 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശത്തിൽ പറയുന്നത്. രക്ഷാദൌത്യം നടത്താൻ പോലും മാലിന്യ കൂമ്പാരം വെല്ലുവിളി ആയിട്ടുണ്ട് എന്ന് മനുഷ്യാവകാശൻ പറയുന്നുണ്ട്. ഇത്തരത്തിൽ ഈ ഒരു വൃത്തിയാക്കലുമായി ബന്ധപ്പെട്ട് നഗരസഭയും അതുപോലെ തന്നെ റെയിൽവേയും പരസ്പരം പഴിചാരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ആ സമയത്തും രക്ഷാ ദൗത്യം അതിന്റെ ഊർജിതമായ മനുഷ്യസാധ്യമായ എല്ലാ സാങ്കേതിക വിദ്യകളും എല്ലാ പരീക്ഷണങ്ങളും നടത്തി പ്രവർത്തനം നടത്തുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വൈകിട്ടോടുകൂടി ഈ നാവികസേന എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. നാവികസേന എത്തുന്നതോടുകൂടി ഈ ഒരു രക്ഷാപ്രവർത്തനത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക്, അടുത്ത പടിയിലേക്ക് കടക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ ഇപ്പോൾ ഉള്ള ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത്, നല്ല മഴയായിരുന്നു ഇന്നലെ ഈ സംഭവം നടക്കുന്ന സമയത്ത്, നല്ല അടിയൊഴുക്കുണ്ടായിരുന്നു ആമയിഴഞ്ചാൻ തോടിനെ സംബന്ധിച്ചിടത്തോളം. നിലവിൽ കാലാവസ്ഥ അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ വെള്ളം തോട്ടിൽ കുറഞ്ഞിട്ടുണ്ട്. ഈ ഡൈവേഴ്സിന് ഡൈവ് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ കുറവ് വെള്ളമാണ് നിലവിൽ ആമയിഴഞ്ചാൻ തോടിൽ ഉള്ളത്. ഈ ഇതിനകത്തേക്ക്, ടണലിനകത്തേക്ക് കയറുമ്പോൾ വെള്ളം വീണ്ടും കുറഞ്ഞിട്ടുണ്ട് എന്നതാണ് ഈ അന്വേഷണ സംഘമൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ അകത്ത് മാലിന്യം ഒരു സ്ഥലത്ത് കുന്നുകൂടുന്ന സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇറിഗേഷൻ വിഭാഗത്തിന്റെ ഉൾപ്പെടെ സഹകരണം ഈ ഒരു രക്ഷാദൌത്യത്തിന് ഇപ്പോൾ സ്വീകരിക്കുന്നുണ്ട്. ഇറിഗേഷൻ വിഭാഗത്തിന്റെ വാട്ടർ ജെറ്റ് പമ്പുകൾ ഉൾപ്പെടെ സ്ഥലത്ത് എത്തിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഈ ജലത്തിന്റെ അളവ് കൃത്രിമമായിട്ട് വർദ്ധിപ്പിക്കാനുള്ള ഒരു നടപടിയാണ് സ്വീകരിക്കുന്നത്. ജലം കൃത്രിമമായിട്ട് വർദ്ധിപ്പിച്ച് ടണലിനകത്തെ മാലിന്യങ്ങൾ അപ്പുറത്തേക്ക് നീക്കം ചെയ്തുള്ള ഒരു അന്വേഷണം, ഒരു പരിശോധന നടത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഇതിനോടകം തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. കൊച്ചിയിൽ നിന്ന് നേവി സംഘം പുറപ്പെട്ടിട്ടുണ്ട്. നേവി സംഘം എത്തുന്നതോടുകൂടി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, രക്ഷാപ്രവർത്തനമായിരിക്കും നടക്കുക. ജോയി കാണാതായ ഭാഗത്തു നിന്ന് ഏകദേശം 3ാമത്തെ പ്ലാറ്റ്ഫോമിലെ മാൻഹോൾ വരെയുള്ള പരിശോധന ഏകദേശം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഈ ഭാഗത്തൊന്നും തന്നെ ജോയെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള യാതൊരുവിധ സൂചനകളും അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടില്ല. 5ാം പ്ലാറ്റ്ഫോമിലേക്ക് പരിശോധന നീങ്ങുകയാണ്. ഈ 5ാം പ്ലാറ്റ്ഫോമിൽ നിന്ന് ഈ റെയിൽവേ സ്റ്റേഷൻ അകത്തെ ആമയിഴഞ്ചാൻ തോട് അവസാനിക്കുന്ന ഇടം വരെ ഒരു ഏകദേശം 30 മീറ്ററോളം ഇനിയുണ്ട്. ഈ 30 മീറ്ററോളം കൂടി പരിശോധിക്കാനുള്ള തന്ത്രപ്പാടിലാണ്. ഈ 30 മീറ്റർ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സാധാരണഗതിയിലാണ് ആമയിഴഞ്ചാൻ തോട് സ്വാഭാവികമായും വീതി കൂടിയ, ഈ ജോയി കാണാതാവുന്ന സ്ഥലം എങ്ങനെയാണോ അതുപോലെ വീതി കൂടിയ ഒരു ഭാഗമാണ് പിന്നെ അങ്ങോട്ട് ആമയിഴഞ്ചാൻ തോട്. അതുകൊണ്ട് തന്നെ പ്ലാറ്റ്ഫോമിനകത്ത് തന്നെ ഇനി 5ാം പ്ലാറ്റ്ഫോം മുതൽ ഈ ആമയിഴഞ്ചാൻ തോട് പ്ലാറ്റ്ഫോം അവസാനിക്കുന്ന സ്ഥലം വരെ ഏകദേശം 30 മീറ്ററോളം ഉണ്ട്. ഈ 30 മീറ്ററോളം കൂടി പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഈ ടണലിനകത്ത് തന്നെ ജോയി ഉണ്ട് എന്നൊരു നിഗമനം തന്നെയാണ് ഇപ്പോഴും ഈ പരിശോധനാ സംഘം പറയുന്നത്. പക്ഷേ ഈ 30 മീറ്ററോളം കൂടി പരിശോധിച്ച് കഴിയുമ്പോൾ ടണലിനകത്തെ പരിശോധന മുഴുവൻ പൂർണ്ണമാവുകയാണ്. അകത്തെ ഒരു സാഹചര്യം നേരത്തെ തന്നെ വിഷ്ണു പറഞ്ഞതുപോലെ മുഴുവൻ ഇരുട്ടാണ്, ചെളി നിറഞ്ഞ ഒരു സാഹചര്യമാണ്. മാലിന്യമേത് ഒരു അല്ലെങ്കിൽ മനുഷ്യൻ തന്നെ കിടന്നാൽ തന്നെ അത് ഏത് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ വലിയ രീതിയിൽ മാലിന്യ കൂമ്പാരം ടണലിന് അകത്തുണ്ട്. തൊട്ടു നോക്കിയൊക്കെ മാത്രമേ പരിശോധന സാധ്യമാവുകയുള്ളൂ, എന്താണെന്ന് കണ്ടെത്തുവാൻ സാധിക്കുകയുള്ളൂ. അത്തരത്തിലുള്ള പരിശോധനയാണ് സ്കൂബ സംഘം അടക്കമുള്ളവർ നേരത്തെ തന്നെ നടത്തിക്കൊണ്ടിരുന്നത്. ഇനിയും അത്തരത്തിലുള്ള പരിശോധന മാത്രമേ ടണലിനകത്ത് നടത്തുവാൻ സാധിക്കുകയുള്ളൂ. മനുഷ്യന് അസാധ്യമായ
പരിശോധന ആയതുകൊണ്ട് തന്നെയാണ് ഇന്നലെ 2 റോബോട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാൽ കൂടി സ്കൂബ സംഘം മാൻഹോൾ വഴി ഇറങ്ങിയുള്ള ഒരു പരിശോധനയും നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിലൊന്നും തന്നെ ജോയിയെക്കുറിച്ചുള്ള യാതൊരുവിധ സൂചനകളും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോഴും ആ മനുഷ്യനെ ജീവനോടെ എടുക്കുന്നതിന് വേണ്ടിയുള്ള ഊർജിതമായ രക്ഷാ ദൗത്യം തന്നെയാണ് എല്ലാ സംഘങ്ങളും ഭരണാധികാരികളും അതുപോലെ തന്നെ സ്കൂബ സംഘം, നേവി സംഘം അടക്കമുള്ളവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. NDRFന്റെ വലിയൊരു സംഘം തന്നെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. എല്ലാവരും ഊർജിതമായ അന്വേഷണം നടക്കുകയാണ്.